നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഡിഗ്രി ലെവൽ 23-ാം തീയതി നടക്കാനിരുന്ന പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട് കാലവർഷക്കെടുതിയെ തുടർന്ന്. കൂടാതെ 30-ാം തീയതിയുള്ള പരീക്ഷയ്ക്ക് മാറ്റമില്ല എന്ന് ഇന്ന് കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു. മോഡിഫൈഡ് ആയിട്ടുള്ള ഒക്ടോബർ മാസത്തിലെ കലണ്ടർ നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ 30-ാം തീയതിയുള്ള പരീക്ഷയ്ക്ക് അതിനകത്ത് മാറ്റമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കലണ്ടർ വന്നിരിക്കുന്നത്. അതുപോലെ PSCയുടെ FB പോസ്റ്റും ഉണ്ടായിരുന്നു, 30-ാം തീയതിയുള്ള പരീക്ഷയ്ക്ക് മാറ്റമില്ല. 23-ാം തീയതിയുള്ള പരീക്ഷയുടെ ഡേറ്റ് പിന്നീട് അറിയിക്കും എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഫസ്റ്റ് ഫേസിൽ എക്സാം എഴുതാനിരുന്നവർക്ക് 23-ാം തീയതി എക്സാം എഴുതാനിരുന്നവർക്ക് കുറച്ചും കൂടി സമയം നീട്ടി കിട്ടിയിട്ടുണ്ട് റിവിഷന് വേണ്ടിയിട്ട്. 30-ാം തീയതിയുള്ള പരീക്ഷ ഇനി ഒരാഴ്ച കൂടിയേ ടൈമുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തോളാം, പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. കൂടാതെ അടുത്ത മാസം LDC മെയിൻസ് വരുന്നുണ്ട്, LGS മെയിൻസ് വരുന്നുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻസും നന്നായിട്ട് തന്നെ കൊണ്ടുപോവുക. അപ്പോൾ ഇനി ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാം, ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ മെയിനായിട്ടും LDC മെയിൻസ് പരീക്ഷയുടെ കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത മാസം നവംബർ 20-നാണ് LDC മെയിൻസ് പരീക്ഷ നടക്കാൻ പോകുന്നത്. നമ്മുടെ ഈ നടക്കാൻ പോകുന്ന LDC മെയിൻസ് പരീക്ഷയുടെ അതേ സിലബസിൽ ഒക്ടോബർ മാസം 7-ാം തീയതി ഒരു LDC പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. എക്സ് സർവീസ് മെൻ ഒള്ളി LDC എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പരിശോധിച്ചപ്പോൾ പുതിയ പാറ്റേൺ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ SCERT പാഠപുസ്തകങ്ങളെ കേന്ദ്രീകരിച്ചും വന്നിട്ടുണ്ട്. സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ SCERT പാഠപുസ്തകങ്ങൾ PSC വിട്ടുകളഞ്ഞിട്ടില്ല, അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ SCERT 5 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചുകൊള്ളാം. അപ്പോൾ SCERT പാഠപുസ്തകങ്ങൾ അടിസ്ഥാന ശാസ്ത്രം, അടിസ്ഥാന ഗണിതം, അതുപോലെ സാമൂഹ്യ ശാസ്ത്രം, ഈ 3 മേഖലകളും കവർ ചെയ്ത് നിങ്ങൾ പഠനം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്കാണ് ദ ബെസ്റ്റ് പബ്ലിക്കേഷൻ്റെ സ്കൂൾ പാഠപുസ്തകങ്ങളിലൂടെ PSC. അപ്പോൾ ഈ ബുക്കിൽ ഞാൻ പറഞ്ഞ ഈ 3 സബ്ജക്റ്റും ഈ ഒറ്റ ബുക്കിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് അടിസ്ഥാന ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം, അടിസ്ഥാന ഗണിതം 5 മുതൽ 10 വരെ ചാപ്റ്റർ വൈസായിട്ട് ഓരോ ക്ലാസ്സിലെയും ചാപ്റ്റർ വൈസായിട്ട് അവരിതിനകത്ത് ചോദ്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ഉള്ള ചോദ്യങ്ങൾ ബോക്സുകളിൽ തന്നെ കൊടുത്ത്, നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ബോക്സുകളിൽ തന്നെ കൊടുത്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്കിൽ നിന്ന്, ഈ ഒറ്റ ബുക്കിൽ നിന്ന് ഈ കഴിഞ്ഞ LDC എക്സ് സർവീസ് മെന്നിന് ചോദിച്ച ചോദ്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തരാം ഏതൊക്കെയാണെന്ന്. അപ്പോൾ 2021 ഒക്ടോബർ 7-ന് നടന്ന LDC എക്സ് സർവീസ് മെൻ ഒള്ളി പരീക്ഷയിൽ ബെസ്റ്റിന്റെ സ്റ്റഡി മെറ്റീരിയലിൽ നിന്നും ആവർത്തിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഫസൽ അലി തലവൻ, സർദാർ KM പണിക്കർ മലയാളി, ഹൃദയനാഥ് കുൻസ്രു. അപ്പൊ ഈ ചോദ്യം ബെസ്റ്റിന്റെ 10ാം ക്ലാസ്സിലെ ചരിത്രം സ്കൂൾ പാഠപുസ്തകങ്ങളിലൂടെ എന്ന ബുക്കിൽ വളരെ വ്യക്തമായിട്ട് ബോക്സിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ അവര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്ത ചോദ്യം, ഇരുമ്പുരുക്കുശാല ടേബിൾ ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് ശ്രദ്ധ കിട്ടുന്ന രീതിയിൽ ടേബിൾ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഈ ടേബിളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ആ എക്സാമിൽ ന്യൂ പാറ്റേൺ ചോദ്യമായിട്ട് ഇതിൽ നിന്നാണ് ചോദ്യം വന്നത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും വിശേഷിപ്പിക്കപ്പെട്ടത് പഴശ്ശിരാജ. CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവരുടെ നേതൃത്വത്തിൽ സ്വരാജ് പാർട്ടി. ഇന്ത്യൻ സമുദ്രത്തിന്റെ വിസ്തൃതി, എല്ലാ സമുദ്രങ്ങളുടെയും വിസ്തൃതി അടക്കം അടിസ്ഥാന വിവരങ്ങൾ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ചോദ്യം ചോദിച്ചു. അതുപോലെ കേരളം മണ്ണും മഴയും മനുഷ്യനും, ഈ ചാപ്റ്ററിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3ആയിട്ട് തരംതിരിക്കാം എന്നുള്ളത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനം ബന്ധുങ് സമ്മേളനം. അപ്പൊ ഈ എല്ലാ ചോദ്യങ്ങളും ഒറ്റ ബുക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ സ്കൂൾ പാഠപുസ്തകങ്ങളിലൂടെ PSC എന്ന ബുക്കിൽ നിന്നാണ് ഇത്രയും ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരൊറ്റ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രത്തോളം ചോദ്യങ്ങളുടെ സോഴ്സ് വേറെ തപ്പേണ്ട ആവശ്യമില്ല. ഈ എല്ലാ ചോദ്യങ്ങളും ഈ ഒറ്റ സ്റ്റഡി മെറ്റീരിയലിൽ അടങ്ങിയിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ആ SCERT വന്ന എല്ലാ ചോദ്യങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ചിനൂക്ക്, അതുപോലെ ഖാരിഫ് റാബി സെയ്ത് വിളകൾ ടാബുലാർ ഫോമിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വാണിജ്യ ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന രീതികൾ,
ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായം. എല്ലാ ചോദ്യങ്ങളും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം ബെസ്റ്റിന്റെ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ ബുക്ക് നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുന്ന ഒരു ബുക്ക് തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് ഫസ്റ്റ് ഫേസ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പഠിക്കാൻ റിവൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കൂടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന LDC മെയിൻസ്, മെയിനായിട്ടും LDC മെയിൻസ്, LGS മെയിൻസ് പോലുള്ള പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഈ ഒറ്റ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. തീർച്ചയായിട്ടും വാങ്ങുക. ഓക്കെ, അപ്പൊ കണ്ടില്ലേ, ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഈ ഒറ്റ ബുക്കിൽ നിന്ന് ലഭിക്കും. അപ്പൊ വേറെ സോഴ്സ് നമ്മൾ തപ്പിപ്പോണ്ട ആവശ്യമില്ലല്ലോ. ഈ 3 സബ്ജക്റ്റും, മാത്സും സയൻസും അതുപോലെ SS-ഉം 3 സബ്ജക്റ്റും ഒറ്റ ബുക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഈ ബുക്കിന്റെ പ്രൈസ് 550 രൂപയാണ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപ ഡിസ്കൗണ്ടിൽ അവർ ബുക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരുന്നതാണ്. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ദ ബെസ്റ്റ് പബ്ലിക്കേഷന്റെ ബുക്കാണ്, ഉറപ്പായിട്ടും വാങ്ങുക. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ഈ ബുക്ക് ഒന്ന് തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാ സബ്ജക്റ്റും അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അത്രയും ചിത്രങ്ങളുടെ രൂപത്തിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ, വായിക്കുമ്പോൾ ഒരു മടുപ്പ് വരാത്ത രീതിയിലാണ് ഈ ബുക്കിലെ കണ്ടന്റ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങുക. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ SCERT പാഠപുസ്തകങ്ങൾക്ക് ഏറെ മുൻതൂക്കം കൊടുക്കുക, മുൻവർഷ ചോദ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക. അതുപോലെ ഒരു കാര്യം വായിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ വായിച്ചു പോകാതെ അതിൻ്റെ കണ്ടന്റും കൂടി ഉൾപ്പെടുത്തി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇപ്പം പുതിയ പാറ്റേൺ ചോദ്യങ്ങളാണല്ലോ PSC കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മുഴുവൻ പുതിയ പാറ്റേൺ അല്ലെങ്കിൽ കൂടി മുൻവർഷ ചോദ്യങ്ങളും ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചവർക്ക് മനസ്സിലായി കാണും. മുൻവർഷ ചോദ്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, പുതിയ പാറ്റേണിനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ പാറ്റേൺ വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ്. അതുപോലെ SCERT സമഗ്ര ക്വസ്റ്റ്യൻ പൂൾ, അപ്പം അതിലും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്